ഫ്രണ്ട്സ്, ഇന്നൊരു ക്ലീനിങ് വ്ളോഗാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ, അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് ക്ലീനിങ് തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ നമുക്ക് കാണാം. ഓക്കെ, പറഞ്ഞു. ആദ്യം ഇപ്പോൾ നമുക്ക് ഈ കബോർഡുകളെല്ലാം ഒതുക്കാം കേട്ടോ. ആദ്യം ഈ പാത്രങ്ങളിലെല്ലാം ഇതെല്ലാം മാറ്റിയിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്യണം. എന്നിട്ട് കബോർഡ് ക്ലീൻ ചെയ്യണം. എന്നിട്ട് ബാക്കി പണി. വാഷ് ബേസിൻ്റെ പൈപ്പിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബ്ലോക്ക് മാറ്റാൻ വേറൊരാൾ വന്നായിരുന്നു കേട്ടോ. അത് കാരണം പിന്നെ ഞാനും മോനും കൂടെ അങ്ങ് മിറ്റമൊക്കെ അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈയിടെ എല്ലാം അങ്ങ് മഴയല്ലേ, മഴയായത് കാരണം ഭയങ്കര മുറ്റത്ത് പായലും പിന്നെ ഓടെല്ലാം അങ്ങ് അഴുക്കായിട്ട് കിടക്കുമായിരുന്നു. അന്നേരം പിന്നെ ധന്നിയിൽ പോയപ്പോൾ ഞാൻ ബ്ലീച്ചിങ് പൗഡർ വാങ്ങിച്ചായിരുന്നേ. ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡറും സർഫും കൂടി ഇട്ട് ഞങ്ങൾ നല്ലതുപോലെ ബ്രഷിന് വെച്ച് തേച്ച് കഴുകുക. അപ്പോൾ മോൻ ആദ്യം എനിക്ക് ഓസ് കാണിച്ച് തന്നിട്ട് ഞാൻ നല്ലതുപോലെ തേച്ചു. പിന്നെ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഈ വാഷിംഗ് മെഷീൻ്റെ പൈപ്പാണെങ്കിൽ അതുവഴി പോയേക്കും കേട്ടോ. അപ്പോൾ അതിൽ ഒന്നും അങ്ങനെ അഡീഷണൽ വാൽവ് ഒന്നും വെച്ചിട്ടില്ല. അപ്പോൾ അത് കാരണം ആ പൈപ്പ് ഞാൻ ഊരിച്ചായിരുന്നേ. അതിൽ അഴുക്ക് വല്ലതും ഉണ്ടെങ്കിൽ ചിലപ്പം ബ്ലോക്ക് ആവുമല്ലോ. അത് കാരണം ഞാൻ ആ പൈപ്പ് ഊരിച്ചായിരുന്നു. അപ്പോൾ അവിടെയും പിന്നെ കുറേ അഴുക്കുണ്ടായിരുന്നു. അപ്പം പിന്നെ ആ അഴുക്കും എല്ലാം അങ്ങ് പോകണമെങ്കിൽ, നല്ലപോലെ ക്ലീൻ ആവണമെങ്കിൽ ബ്ലീച്ചിങ് പൗഡറും സർഫും കൂടി ഇട്ടിട്ട് ഇതുപോലെ നല്ലതുപോലെ തേച്ച് കഴുകുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. തലേ ദിവസം ആ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അതല്ലേ ഇപ്പം നമ്മുടെ കാലാവസ്ഥ. അത് കാരണം പിന്നെ ഞങ്ങൾ പൊടി ഇട്ടിട്ട് അന്നേരം തന്നെ കഴുകി അങ്ങ് പോകുമായിരുന്നു കേട്ടോ. കുറേ സമയം അവൻ എനിക്ക് ഓസിൽ വെള്ളം ഇങ്ങനെ അടിച്ചിരുമ്പോൾ ഞാനങ്ങ് തേച്ച് കഴുകി അങ്ങ് പോകുമായിരുന്നേ. അങ്ങനെയായിരുന്നു ചെയ്തിട്ട്. ഇതൊക്കെ ഈ ഭാഗമൊക്കെ കുളിമുറിയുടെ ഞങ്ങളുടെ സ്റ്റെയറിൻ്റെ ആ ഭാഗമൊക്കെ ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ അടുക്കളയുടെ ഇങ്ങോട്ടുള്ള സൈഡിൽ എന്ന് വെച്ചാൽ അപ്പുറത്തൊരു പ്ലാവ് നിൽപ്പുണ്ട്. അപ്പോൾ ആ പ്ലാവിൽ നിന്നുള്ള ഈ ചക്ക വീണിട്ട് ആ കറയും അതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇപ്പം ഞങ്ങൾ ഇങ്ങനെ ഇത് വെച്ചിട്ട് ഒരച്ച് കഴുകി. കുറേ ആയപ്പോൾ എനിക്കങ്ങ് എന്താ പറയുക, കുറേ ആയപ്പോൾ ഞാനങ്ങ് ക്ഷീണിച്ചു. അപ്പോൾ മോൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ അവന് തേക്കാം, അമ്മ ഓസ് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവന് ഓസ് അടിച്ച് കൊടുക്കുവാന്നേ. അവന് നല്ലതുപോലെ തേച്ച് കഴുകി കേട്ടോ. അവിടെ ആ ഭാഗങ്ങളിലെല്ലാം ഞാൻ പറഞ്ഞില്ലേ ചക്കയുടെ ആ ഒരു കറയും ആ ഭാഗമൊക്കെ പിന്നെ അവൻ നല്ലതുപോലെ തേച്ച് കഴുകി. അങ്ങനെ ഞാനും അവനും കൂടെ ഇന്ന് ഫുള്ള് ആദ്യം ആ സമയമെല്ലാം പൈപ്പിൽ അവിടുത്തെ ആ പുള്ളിക്കാരൻ വന്ന പൈപ്പ് ഇളക്കി കൊണ്ടുപോയി. പിന്നെ അത് മാറാൻ പറ്റുമെന്ന് പറഞ്ഞാൽ പോയത്. പക്ഷേ അവിടെ ഇപ്പം അങ്ങനത്തെ മോഡലില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ 5-6 വർഷമായില്ലേ വീടായിട്ട്. ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം ഇല്ലെന്നാണ് പറയുന്നത്. അത് കാരണം പിന്നെ അത് മാറ്റിയില്ല. പിന്നെ അത് ലീക്കൊക്കെ ഇതാക്കിയിട്ട് മാറ്റി തന്നു, കുറച്ചൊക്കെ മാറി. അങ്ങനെ പിന്നെ പുള്ളിക്കാരൻ അത് ഫിറ്റ് ചെയ്ത് എടുക്കുകയൊക്കെ ആയിരുന്നു അടുക്കളയിൽ. അപ്പം പിന്നെ അന്നേരം പിന്നെ നമ്മൾ കിച്ചണിലോട്ട് കയറിയ പിന്നെ പുള്ളിക്കത് ഡിസ്റ്റർബ് ആകത്തില്ലേ, ആ ജോലി ചെയ്യാൻ പറ്റത്തില്ല, നമുക്കും അങ്ങനെ ഒരിതായിട്ട് നിന്ന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചെങ്കിൽ പിന്നെ മിറ്റും അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ആ ഭാഗങ്ങളൊക്കെ ആ പ്ലാവാണ് ഇതിൻ്റെ മേളിൽ നിൽക്കുന്നത്. ആ ഭാഗങ്ങളിലെല്ലാം ഇതുപോലെ ബ്ലീച്ചിങ് പൗഡറും സോഡാപ്പൊടിയും കൂടെ ചേർത്ത് നല്ലതുപോലെ മറ്റ് സർഫ് പൊടി ചേർത്ത് നല്ലതുപോലെ ഞങ്ങൾ ഒഴിച്ചിട്ട് നല്ലതുപോലെ തേച്ച് കഴുകി കേട്ടോ. അങ്ങനെ ഞങ്ങൾ മിറ്റം സൂപ്പറാക്കി എടുത്തേ. ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി വീഡിയോ എടുത്തതാണ് കേട്ടോ. താമരയാണേ, അമേരിക്കൻ ക്യാമലിയ. 2 പൂമിട്ട് വന്നു കേട്ടോ. 2 പൂമിട്ടായി. ഇനിയിപ്പം ദിവസങ്ങൾക്കകം വിരിയും. ഇവളിങ്ങനെ പിടിച്ചിങ്ങനെ ഞെക്കി വെക്കുന്നത് കാരണം എനിക്കറിയത്തില്ല ഇനി എന്തോ ആകുമെന്ന്. അമേരിക്കൻ ക്യാമലിയ നല്ല പൂവാണ്. അപ്പോൾ വേറെ നിൽപ്പുണ്ട് കേട്ടോ. കാവേരി നിൽപ്പുണ്ട്,
പിങ്ക് ഫ്ലവറുണ്ട്. അത്രയും ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും നല്ലതുപോലെ വിശന്ന് കേട്ടോ. പിന്നെ ആ പൈപ്പ് ഊരുകയും അവിടുത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ലീക്കായിരുന്നു, അതൊക്കെ മാറ്റുകയൊക്കെ ചെയ്തപ്പോഴത്തേന് പിന്നെ അന്നിട്ട് ഫുഡ് ഉണ്ടാക്കാനും അടുക്കളയിൽ നിൽക്കാനും ഒന്നും പറ്റില്ല. അതിൻ്റെ കൂടെ മുറ്റത്ത് ക്ലീൻ ചെയ്യാനും പോയില്ലേ. അത് കാരണം പിന്നെ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ. സൂപ്പർ ബിരിയാണി ആയിരുന്നേ. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും അടുക്കളയിൽ കയറി. പിന്നെ കബോർഡെല്ലാം മോന് തൂത്തു തുടച്ചു. പിന്നെ അതിൻ്റെ കണ്ണാടിയെല്ലാം തുടച്ചു. പിന്നെ ഈ പാത്രങ്ങളിലിരുന്ന സാധനങ്ങളെല്ലാം മാറ്റി. കുറേ പ്ലാസ്റ്റിക് ഇതുണ്ടായിരുന്നു കേട്ടോ. അതെല്ലാം ഇനിയിപ്പോൾ കുറേശ്ശെ ഇതൊക്കെ അങ്ങ് മാറ്റിയിട്ട് വേറെ ടിന്നുകളിലാക്കണമെന്നാണ്. കുറേയൊക്കെ മാറ്റി, കുറേയൊക്കെ പിന്നെ ആ ടിന്നുകളിൽ തന്നെ ആക്കി എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചു. അങ്ങനെ കബോർഡിലിരുന്ന പാത്രങ്ങളെല്ലാം മാറ്റി മറ്റേ പാത്രങ്ങളെല്ലാം കബോർഡിനകത്താക്കി. അങ്ങനെ കുറച്ചെല്ലാം ഒരുവിധം ആക്കി ഫ്രണ്ട്സ്. എല്ലാം ഫുള്ള് ക്ലീനിങ് നടക്കത്തില്ല. കിച്ചൻ്റെ ഫുള്ള് ക്ലീനിങ്ങിന് വേണമെങ്കിൽ നമുക്ക് 2 ദിവസം വേണം. ഇനിയിപ്പോൾ താഴത്തെ കബോർഡിലെ കുറേ പാത്രങ്ങളുണ്ട്, അതെല്ലാം ഇനി എടുക്കണം. അതെല്ലാം ക്ലീൻ ചെയ്യണം. കബോർഡ് ക്ലീൻ ചെയ്യണം. അത്രയേ ഉള്ളൂ. അതോടുകൂടി കിച്ചൺ ക്ലീനിങ് മാത്രം തീരും. പിന്നെ ഇനി റൂം ക്ലീനിങ്ങും മറ്റുള്ള കബോർഡ് ക്ലീനിങ്ങും അതെല്ലാം കിടക്കുകയാണ്. അപ്പോൾ ഇന്നത്തേന് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സീ യു.